ഹായ് ഗൈസ്, വെൽക്കം ടു മൂവി ഷോക്കേസ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഷോർട്ട് ടൈം എന്ന ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത്. ഈ മൂവിയിലെ ഹീറോ ഒരു ദിവസം രാവിലെ തൊട്ടടുത്ത കടയിൽ പോയി പാല് വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ വീട്ടിലൊരാൾ വീണ് കിടക്കുന്നു. അവൻ്റെ ഭാര്യയാണെങ്കിൽ ആ വീണ് കിടക്കുന്ന ആളുടെ അടുത്തിരുന്ന് കരയുകയായിരുന്നു. നമ്മുടെ കൊച്ചിൻ്റെ മാല പറിക്കാൻ വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് തള്ളിവിട്ടതേ ഉള്ളൂ എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഹീറോ ആ വീണ് കിടക്കുന്നയാളെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മരിച്ചു കിടക്കുന്നത് ആരാണ്? ഇയാളും ഭാര്യയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ശരിക്കും ഇയാളെ ആരാണ് കൊലപ്പെടുത്തിയത്? ഇവർ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു? ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ മൂവി സ്കിപ്പ് ചെയ്യാതെ കാണൂ. എന്തായാലും ക്ലൈമാക്സിലെ ട്വിസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. വാ നോക്കാം. ഇത് സൂര്യ. ഇവനൊരു ജിം ട്രെയിനറാണ്. ഇത് അവന്റെ ഭാര്യ ശാന്തി. ഇവർക്ക് ഒരു പെൺകുട്ടിയുമുണ്ട്. ഇവർ ഈ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. 3 ഫാമിലികളാണ് ഈ ബിൽഡിങ്ങിൽ താമസിക്കുന്നത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ ഹീറോ സൂര്യയും ഫാമിലിയും താമസിക്കുന്നു. ഈ 3 ഫാമിലികളും ഒന്നിച്ച് രാത്രി അവരുടെ ടെറസിൽ പാട്ടൊക്കെ പാടി അണ്ടാക്ഷരിയൊക്കെ കളിച്ച് വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇവരുടെ ഈ പാട്ടും കൂത്തും ഒക്കെ കേട്ടിട്ട് നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ പുതിയതായിട്ട് ചാർജ് എടുത്ത SI അയാളുടെ കൂടെയുള്ള കോൺസ്റ്റബിളിനെ അവരെ പോയി വാൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു. ടെറസിലേക്ക് കയറി ചെന്ന കോൺസ്റ്റബിൾ ഈ നട്ടപ്പാതിരാക്കി ഇവിടെ എന്തിനാണ് ബഹളം വെക്കുന്നത് എന്നൊക്കെ ചോദിച്ച് എല്ലാവരെയും പേടിപ്പിക്കുന്നു. ഞങ്ങൾ വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യുകയാണെന്ന് സൂര്യ പറയുന്നത് കേട്ടിട്ട് കോൺസ്റ്റബിൾ വീണ്ടും ചൂടാകുന്നു. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ ടെറസാണ്, ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും എന്നൊക്കെ ശാന്തിയും പറയുന്നു. ഇത് കേട്ടിട്ട് കോൺസ്റ്റബിൾ ആണെങ്കിൽ നിങ്ങളുടെ ടെറസാന്ന് വെച്ച് എന്ത് തോന്നിവാസവും ചെയ്യാവോ എന്നൊക്കെ മോശമായി സംസാരിക്കുന്നു. ആ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ സൂര്യയും ചൂടാകുന്നു. ഇവിടുത്തെ ബഹളം കേട്ടിട്ട് SIയും ആ ടെറസിലേക്ക് കയറി വരുന്നു. ശാന്തിയും സൂര്യയും ഞങ്ങൾ പാട്ടൊക്കെ പാടി വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു, ഈ സാറ് വന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നൊക്കെ SIയോട് കംപ്ലൈന്റ് പറയുന്നു. ദേഷ്യം വന്ന SI ആണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് പിരിഞ്ഞു പോകൂ, എന്നിട്ട് നീ മാത്രം നാളെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് സൈൻ ചെയ്തിട്ട് പോക്കോ എന്ന് കൂട്ടത്തിലൊരു പുള്ളിക്കാരത്തിയോട് പറയുന്നു. ഇത് കേട്ടതും ശാന്തിയാണെങ്കിൽ എന്തിനാ ഒരാളോട് മാത്രം അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ച് ചൂടാകുന്നു. അങ്ങനെയാണെങ്കിൽ കൂടെ നീയും പോരെ എന്ന് SI മറുപടി നൽകുന്നു. ഇത് കേട്ടതും സൂര്യയുടെ നെയ്ബർ ഞങ്ങൾ ഒരു ഫാമിലി പോലെ താമസിക്കുന്നവരാണ്, വെറുതെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ പിരിഞ്ഞു പോകും, നാളെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് സൈൻ ചെയ്തിട്ട് പോക്കോ എന്ന് പോലീസുകാരൻ പറയുന്നു. പോരാത്തതിന് പുള്ളി സ്ത്രീകളോട് മോശമായി സംസാരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കൂടെ കേട്ടപ്പോഴേക്കും സൂര്യക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നു. നിങ്ങളുടെ തൊപ്പി തെറിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം, ഞങ്ങൾക്കെതിരെ ഇപ്പൊ കംപ്ലൈന്റുകളൊന്നുമില്ലല്ലോ, ഒരു പ്രോപ്പർ കംപ്ലൈന്റുമായിട്ട് വാ, അപ്പോൾ ഒപ്പിടാൻ വരാം എന്നൊക്കെ പറഞ്ഞ SIയെയും കോൺസ്റ്റബിളിനെയും അവിടെ ഇറക്കി വിടുന്നു. പോലീസുകാരോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് കൂടെയുള്ളവരൊക്കെ സൂര്യയെ ഉപദേശിക്കുന്നു. എല്ലാവരും പ്രോഗ്രാമൊക്കെ മതിയാക്കി അവരവരുടെ വീടുകളിലേക്ക് തിരികെ പോകുന്നു. എന്നാൽ ആ പോലീസുകാർക്ക് അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോകാൻ തോന്നിയില്ല. എപ്പോഴെങ്കിലും അവനെ നമ്മുടെ കയ്യിൽ കിട്ടുമെന്നൊക്കെ അവർ ദേഷ്യത്തോടെ സംസാരിക്കുന്നു. നമ്മുടെ ശാന്തിയുടെയും സൂര്യയുടേതും ഒരു പ്രണയവിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഫാമിലി സപ്പോർട്ട് തീരെ ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന് ശേഷം ഇതുവരെ ശാന്തിയുടെ പേരൻസ് അവളെ മീറ്റ് ചെയ്തിട്ടില്ല. അവർ ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ സൂര്യക്ക് ഒരു കോള് വരുന്നു. അത് ശാന്തിയുടെ ബ്രദർ ആയിരുന്നു. അവൻ വന്നിട്ട് നാളെ അച്ഛനും അമ്മയും വരും, എല്ലാ തവണത്തെയും പോലെ പറ്റിക്കുകയല്ല, ഇത്തവണ ഉറപ്പായിട്ടും വരും, കാരണം ഞാനാണ് അവർക്ക് ട്രെയിൻ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തത് എന്നൊക്കെ സൂര്യയോട് പറയുന്നു. ഇത് കേട്ടതും നമ്മുടെ സൂര്യക്ക് വല്ലാത്ത സന്തോഷമാകുന്നു. പക്ഷെ ഈ കാര്യം ശാന്തിയെ അറിയിക്കേണ്ട, അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് അവൻ പറയുന്നു. ശാന്തിയുടെ ബ്രദർ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സൂര്യ ഉടനെ തന്നെ ഈ വിവരം അവന്റെ നെയ്ബറിനെ അറിയിക്കുന്നു. മാത്രമല്ല ആ നെയ്ബറിന് പരിചയമുള്ള ഒരു കുക്കിനെ കൊണ്ട് ആ നെയ്ബറിന്റെ വീട്ടിൽ തന്നെ കുറച്ച് ഫുഡ് കുക്ക് ചെയ്യാനും അവൻ ഏർപ്പാടാക്കുന്നു. പിറ്റേ ദിവസം നേരമെടുത്തതും സൂര്യ നെയ്ബറിന്റെ വീട്ടിലെത്തുന്നു. അവിടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ കുക്കിനെ തിരികെ കൊണ്ടുവിടുന്നു. തിരിച്ചു വന്ന് വീട്ടിലേക്ക് പോകാൻ നേരം അവന്റെ തലയിലേക്ക് പേപ്പർ വലിച്ചെറിയുന്നു. അവൻ അറിയാതെ ചെയ്തതുകൊണ്ട് തന്നെ അവൻ സൂര്യയോട് മാപ്പ് പറയുന്നു. മാത്രമല്ല ആ പേപ്പർ ബോയ് ആണെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, പോലീസുകാര് നിങ്ങളെ പറ്റിയൊക്കെ ഞങ്ങളോട് അന്വേഷിച്ചു എന്ന് പറയുന്നു. പേപ്പർ ബോയിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവളെന്തിനാ ഇത്രയും രാവിലെ കുളിക്കുന്നത്, ഇനി സർപ്രൈസ് പൊളിഞ്ഞോ എന്നോർത്ത് സൂര്യ ഉടനെ തന്നെ ശാന്തിയുടെ ബ്രദറിനെ വിളിക്കുന്നു. ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇന്ന് നല്ല ദിവസമായതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞിരുന്നുവെന്ന് ബ്രദർ പറയുന്നു. അപ്പോഴാണ് പുറത്തൊരു ഓട്ടോക്കാരൻ കുറച്ച് പ്രായമായവരോട് മോശമായിട്ട് പെരുമാറുന്നത് സൂര്യയുടെ കണ്ണിൽപ്പെട്ടത്. അവൻ ആ ഓട്ടോക്കാരനോട് ചൂടാവുകയും ചെയ്യുന്നു. പുള്ളിക്കാരൻ തിരിച്ചും. എന്തായാലും കാര്യം വഷളാക്കേണ്ടെന്നോർത്ത് സൂര്യ പിന്നെ അതങ്ങ് വിട്ടുകളയുന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ശാന്തി കുളി കഴിഞ്ഞു വന്നിരുന്നു. അവളാണെങ്കിൽ ഇന്ന പോലെ ബ്രദർ വിളിച്ചിരുന്നു, ഇന്ന് അമ്പലത്തിൽ പോകണം, എല്ലാവരും കുളിച്ച് റെഡിയാകുക, അതിനു മുമ്പ് പാല് മേടിച്ചോണ്ട് പോവാ, നമുക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ ശാന്തി പറയുന്നു. സൂര്യയും മകളും ഒന്നിച്ച് പാല് മേടിക്കാൻ കടയിൽ ചെല്ലുന്നു. കടയിലെത്തിയതും സൂര്യയുടെ മകളാണെങ്കിൽ അവൾക്ക് ആവശ്യമുള്ളത് മേടിച്ച് കൈവശപ്പെടുത്തുന്നു. ഈ ടൈമിൽ അവിടുത്തെ കടക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, പോലീസുകാർ നിങ്ങളെ പറ്റി അന്വേഷിച്ചു എന്നൊക്കെ പറയുന്നു. സൂര്യ നടന്ന കാര്യങ്ങൾ
കാര്യങ്ങളെല്ലാം കടക്കാരനെ അറിയിക്കുന്നു. ശേഷം തിരിഞ്ഞു നോക്കിയപ്പോ മോളെ കാണാനില്ല. അവൻ വല്ലാണ്ട് ഭയന്നു പോകുന്നു. അപ്പോഴേക്കും ആ കടയിലേക്ക് ശാന്തി വിളിച്ചിട്ട് സൂര്യയോട് പെട്ടെന്ന് തിരികെ വരാൻ ആവശ്യപ്പെടുന്നു. ഭയന്നു പോയ അവൻ ഓടി വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയപ്പോൾ കണ്ടതോ അവന്റെ വീട്ടിലെ ഹാളില് ഒരാൾ വീണ് കിടപ്പുണ്ടായിരുന്നു. പേടിച്ചു പോയ അവനാണെങ്കിൽ നമ്മുടെ മോള് തിരിച്ചു വന്നില്ലേ, മോൾ എന്തിയെ എന്ന് ചോദിക്കുന്നു. മോളൊക്കെ സേഫ് ആയിട്ട് തിരിച്ചു വന്നു, പക്ഷെ ഒരു അബദ്ധം പറ്റി. ഇവൻ നമ്മുടെ മോളുടെ കഴുത്തിൽ നിന്ന് മാല പറിക്കാൻ നോക്കി. ഞാൻ ഇവനെ പിടിച്ച് തള്ളിയിട്ടു, പക്ഷെ ഇവ അനങ്ങുന്നില്ല എന്നൊക്കെ ശാന്തി പറയുന്നു. ഹീറോ ഉടൻ തന്നെ അവന്റെ അടുത്ത് വന്ന് ചെക്ക് ചെയ്തതും അവന് ശ്വാസം ഉണ്ടായിരുന്നില്ല. ആ പുള്ളി മരിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ ഒരാളെ കൊന്നല്ലേ എന്നൊക്കെ ചോദിച്ച് ശാന്തി അവിടെ ഇരുന്ന് കരയാനും തുടങ്ങി. സൂര്യ ഒരു തരത്തിൽ അവളെ സമാധാനിപ്പിക്കുന്നു. മാത്രമല്ല ഞാനാണ് അവനെ തള്ളിയിട്ടത്, ഞാനാണ് കൊലയാളി എന്ന് പുറലോകം അറിഞ്ഞാൽ മതിയെന്നും സൂര്യ പറയുന്നു. അപ്പോഴാണ് ആ മരിച്ചു കിടക്കുന്നയാളുടെ ഫോൺ റിങ് ചെയ്തത്. സൂര്യ പതിയെ ആ ഫോൺ എടുത്തിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഈ മരിച്ചു കിടക്കുന്നയാളുടെ ഭാര്യയും മകളുമായിരുന്നു ആ കോളിൽ. പൈസ ഇല്ലെങ്കിലും സാരമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, തിരിച്ചു വാ എന്നൊക്കെയായിരുന്നു ആ കോളിൽ. ഒരു കുടുംബസ്ഥനെയാണല്ലോ താൻ കൊന്നതെന്നോർത്ത് ശാന്തി വീണ്ടും ഇമോഷണൽ ആവുന്നു. സൂര്യ വീണ്ടും അവളെ സമാധാനിപ്പിക്കുന്നു. ശേഷം ഈ ഡെഡ് ബോഡി അവരുടെ ഒരു റൂമിൽ ഒരു ബേസ് ബോർഡ് ബോക്സിനുള്ളിലാക്കി ഒളിപ്പിക്കുന്നു. അപ്പോഴേക്കും അവരുടെ വീട്ടിലെ കോളിംഗ് ബില്ല് റിങ് ചെയ്യുന്നു. പേടിച്ചു പോയി പുറത്തിറങ്ങി നോക്കിയതും ആ കടക്കാരനായിരുന്നു അത്. പാല് മേടിക്കാൻ പോയിട്ട് പാലില്ലാതെയാണല്ലോ നമ്മുടെ സൂര്യ തിരിച്ചു വന്നത്, അത് കൊണ്ടുതരാൻ വന്നതായിരുന്നു പുള്ളി. എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതെന്ന് പുള്ളി ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സൂര്യ അയാളെ മടക്കി അയക്കുന്നു. അല്പസമയത്തിന് ശേഷം അവിടുത്തെ കോളിംഗ് ബെല്ല് വീണ്ടും റിങ് ചെയ്യുന്നു. അത് വീണ്ടും ആ കടക്കാരൻ തന്നെയായിരുന്നു. ഇത്തവണ പുള്ളിയുടെ കയ്യിലൊരു പേഴ്സ് ഉണ്ടായിരുന്നു. പുറത്ത് കിടന്ന് കിട്ടിയതാണ് എന്ന് പുള്ളി അവകാശപ്പെട്ടു. ആ പേഴ്സിനുള്ളിലെ ഫോട്ടോ കണ്ടതും മരിച്ചു കിടക്കുന്നയാളുടെ പേഴ്സാണെന്ന് മനസ്സിലാക്കിയ ഹീറോ ആ പേപ്പറുകാരന്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ പേഴ്സ് മേടിച്ചു വെക്കുന്നു. എന്താ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്ന് കടക്കാരൻ വീണ്ടും ചോദിക്കുന്നു. ഇന്നലത്തെ കാര്യം ഓർത്തിട്ടാണോ, പോലീസുകാർ വിഷയമുണ്ടാക്കും എന്ന് ചിന്തിച്ചിട്ടാണോ? എന്തായാലും എന്റെ പരിചയത്തിൽ നല്ലൊരു ലോയർ ഉണ്ട്, പുള്ളിക്കാരനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കും, ഞാൻ നമ്പർ തരാം എന്നൊക്കെ പറഞ്ഞ് നമ്പറും അഡ്രസ്സും കൊടുത്ത കടക്കാരൻ അവിടെ നിന്ന് പോകുന്നു. സൂര്യ ശാന്തിയോട് കാര്യങ്ങളൊക്കെ വിവരിച്ച ശേഷം ഈ ലോയറിനെ കാണാൻ അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. എന്റെ ഫ്രണ്ട് വലിയൊരു പ്രോബ്ലത്തിൽ പെട്ടിരിക്കുകയാണ്, സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് സൂര്യ ആ ലോയറിനെയും കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെത്തിയതും ലോയർ ആണെങ്കിൽ ഫ്രണ്ടിനെ വിളിക്ക്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നു. സൂര്യ ലോയറിനെ ആ ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കുന്നു. പുള്ളി ആദ്യം ഇതൊരു പ്രാങ്കാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് ശരിക്കും ഡെഡ് ബോഡിയാണെന്ന് മനസ്സിലായതും പുള്ളി അവരെ കൈയൊഴിയാൻ തീരുമാനിക്കുന്നു. എന്നാൽ ശാന്തിയുടെ വിഷമവും സങ്കടവും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരെ സഹായിക്കാൻ തന്നെ പുള്ളി തീരുമാനിക്കുന്നു. നമുക്ക് ഈ ബോഡി എവിടെയെങ്കിലും കൊണ്ടേ മറിക്കാം, ദൃശ്യം സിനിമയിൽ കാണുന്നത് പോലെ വല്ല പോലീസ് സ്റ്റേഷനിലും കൊണ്ടേ കുഴിച്ചിട്ടാലോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ കുഴിച്ചിട്ടാലോ എന്നൊക്കെ അയാൾ ബോധമില്ലാത്ത കണ്ണി കണ്ടതെല്ലാം പറയുന്നു. പക്ഷേ അതൊന്നും പ്രാക്ടിക്കബിൾ അല്ലല്ലോ. എന്ത് ചെയ്യണമെന്ന് എല്ലാവരും തല പുകഞ്ഞ് ആലോചിക്കുകയാണ്. നിങ്ങൾ 3 പേരും കൂടെ പാല് മേടിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു, കൊച്ചിന്റെ മാലയടിക്കുന്നു, നിങ്ങൾ പുറത്ത് വെച്ച് അയാളെ തള്ളിയിടുന്നു, അയാൾ മരിക്കുന്നു. കഥ ഇങ്ങനെയാക്കാമെന്ന് ലോയർ പറയുന്നു. നിങ്ങൾ പോലീസിനെ വിളിച്ച് കാര്യം പറയണം, പോലീസ് സ്റ്റേഷനിലും കോർട്ടിലും എല്ലാം ഇങ്ങനെ മാത്രമേ പറയാവുള്ളൂ. അത് മാത്രമല്ല എന്റെ പേര് ഒരിടത്തും പറയരുത് എന്നും ലോയർ പറയുന്നു. അതിന് ആദ്യം ഈ ഡെഡ് ബോഡി പുറത്തെത്തിക്കണം, അതിനു മുമ്പ് വെളിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയണം. ഞാൻ പുറത്ത് ചെക്ക് ചെയ്തിട്ട് സിഗ്നൽ തരാമെന്ന് പറഞ്ഞ് ലോയർ പുറത്തിറങ്ങി ചെക്ക് ചെയ്യുന്നു. ആദ്യം പുറത്ത് ആരുമില്ലായിരുന്നെങ്കിലും പിന്നീട് അതിലെ ഒരു ചീര വിൽക്കുന്ന പുള്ളിക്കാരി വരുന്നു. പുള്ളിക്കാരിയെ ഒരു തരത്തിൽ പറഞ്ഞു വിട്ട് അകത്ത് കയറിയ ലോയർ ആണെങ്കിൽ എന്നെ കൊണ്ട് ടെൻഷനൊന്നും താങ്ങാൻ പറ്റില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് നടന്ന കാര്യം പറ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ശാന്തി വീണ്ടും ഇമോഷണലി ഓരോന്നും പറഞ്ഞ് ആ ലോയറിനെ കൺവിൻസ് ചെയ്യുന്നു. അപ്പോഴേക്കും വീടിന് വെളിയിൽ നിന്ന് ആരോ കതകിൽ മുട്ടുന്നു. പേടിച്ചു പോയ ഇവര് ഹാളിലേക്ക് കൊണ്ടുവന്ന ആ ബോഡി തിരിച്ച് അതേ റൂമിൽ തന്നെ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നു. ശേഷം സൂര്യ ശാന്തിയോട് നീയും മോളും ഈ റൂമിൽ തന്നെ ഇരുന്നാൽ മതി, എന്ത് വന്നാലും പുറത്തിറങ്ങരുത്, ഒന്നും സംഭവിക്കില്ല, എന്ത് വന്നാലും ലോയർ സാറ് നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. ഇത് കേട്ട് നിന്ന ലോയർ ആണെങ്കിൽ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് നിന്റെ കൂടെ ഇറങ്ങി വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഡോറ് തുറക്കുന്നു. അതാ SIയും കോൺസ്റ്റബിളുമായിരുന്നു. ലോയർ ടെൻഷനൊന്നും പുറത്ത് കാണിക്കാതെ നിങ്ങൾ എന്താ ഇത്ര രാവിലെ ഇവിടെ എന്നൊക്കെ പോലീസിനോട് ചോദിക്കുന്നു. SI തിരിച്ചും ഇതേ ചോദ്യം ചോദിക്കുന്നു. എനിക്കറിയാവുന്ന പയ്യനാണ്, ഇതിലേ പോയപ്പം ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളൂ എന്നൊക്കെ ലോയറും മറുപടി നൽകുന്നു. സൂര്യ ലോയറിനോട് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാ സാറേ, നമുക്കിത് കോംപ്രമൈസ് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ലോയർ SIയെ പുറത്തേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ SI ആണെങ്കിൽ അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അകത്ത് കയറിയിരിക്കുന്നു. ഇന്നലെ നീ കംപ്ലൈന്റുമായിട്ട് വരാനല്ലേ പറഞ്ഞേ, ഇന്ന് ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് SI പറയുന്നു. സൂര്യ ഒരു ഓട്ടോക്കാരനുമായിട്ട് വഴക്കുണ്ടാക്കിയിരുന്നല്ലോ, ആ കേസ് മുക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് പുള്ളി. സൂര്യയാണെങ്കിൽ സാറെ പ്രശ്നം ഉണ്ടാക്കരുത്, നമുക്ക് കോംപ്രമൈസ് ചെയ്യാം എന്നെല്ലാം പറയുന്നു. നിന്റെ ഭാര്യ എവിടെ? അവളുടെ നാക്കായിരുന്നല്ലോ ഇന്നലെ മുന്നിൽ, അവളോട് ഇങ്ങ് വരാൻ പറ.
പോരുമ്പോ ഒരു ചായയും കൂടി എടുത്തോളാൻ പറ എന്നൊക്കെ SIയും പറയുന്നു. സാറേ അവൾക്ക് വയ്യ, അവൾ കിടക്കുകയാണ്, സാറിന് ഞാൻ ചായ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് സൂര്യ SIക്ക് ചായ ഇട്ട് കൊടുക്കുന്നു. എന്നാൽ SI ശാന്തിയെ കാണാതെ തിരിച്ചു പോകാനുള്ള മട്ടിലായിരുന്നില്ല. പുള്ളിക്കാരൻ അതും ഇതും എല്ലാം പറഞ്ഞ് ലാസ്റ്റ് കേട്ടുമെടുത്തപ്പോൾ ശാന്തി പുറത്തിറങ്ങി വരുന്നു. SI ആണെങ്കിൽ മോശമായ രീതിയിൽ അവളോട് പലതും പറയുന്നു. സൂര്യക്ക് നല്ലപോലെ ദേഷ്യം വന്നെങ്കിലും അവൻ പ്രോബ്ലംസ് വഷളാക്കണ്ട എന്നോർത്ത് ഒന്നും മിണ്ടിയില്ല. ലോയർ ആണെങ്കിൽ നമുക്ക് പ്രോബ്ലം കോംപ്രമൈസ് ചെയ്യാം, സാറിന് പൈസയാണോ വേണ്ടേ, എന്താന്ന് വെച്ചാൽ പറ, നമുക്ക് റെഡിയാക്കാം എന്നെല്ലാം പറയുന്നു. ആദ്യം എനിക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് SI വാഷ്റൂം യൂസ് ചെയ്യാൻ പോകുന്നു. അത് ആ ഡെഡ് ബോഡി ഇരിക്കുന്ന റൂമിലായിരുന്നു. എന്നാൽ ആ ഡെഡ് ബോഡി ഒന്നും SIയുടെ കണ്ണിൽ പെട്ടില്ല. പുള്ളി വാഷ്റൂം ഒക്കെ യൂസ് ചെയ്ത് പുറത്തിറങ്ങി വന്നപ്പോ നമ്മുടെ സൂര്യയുടെ നെയ്ബർ ആണെങ്കിൽ ഡോറിന്റെ അടുത്ത് നിൽക്കുന്ന ലോയറിനെ കണ്ടപ്പോ പുള്ളിയോട് SI അകത്തിരിപ്പുണ്ടെന്ന് അറിയാതെ SIയെ പറ്റിയുള്ള കുറ്റങ്ങളൊക്കെ പറയുന്നു. ഇത് കേട്ടതും SI അയാളെ അകത്തേക്ക് വിളിപ്പിക്കുന്നു. ശേഷം ഇന്നലെ ടെറസിലുണ്ടായിരുന്ന എല്ലാവരെയും പുള്ളി അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നു. മാത്രമല്ല പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ മുന്നിൽ ഏത്തവിട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് ഏത്തുപിടിപ്പിക്കുകയും ചെയ്യുന്നു. പ്രായമായവരും കുട്ടികളും ഒക്കെ ഉണ്ട്, ഇതൊക്കെ വേണോ സാറേ എന്ന് ലോയർ ചോദിച്ചെങ്കിലും SI സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ നടന്ന സംഭവങ്ങളെല്ലാം ഇവരുടെ കൂട്ടത്തിൽ ഒരു പയ്യൻ അവന്റെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ SI ആ ഫോൺ തട്ടിപ്പറിക്കാൻ ചെല്ലുന്നു. എന്നാൽ ആ പയ്യനാകട്ടെ SIയെ വെട്ടിച്ച് ആ മുറിയിൽ കൂടി എല്ലാം ഓടുന്നു. ശേഷം ആ ഡെഡ് ബോഡി ഇരിക്കുന്ന റൂമിലേക്ക് അവൻ ഓടിക്കേറുന്നു. SI പിന്നാലെയും. ലോയറിന്റെ വാക്ക് കേട്ടിട്ട് SIയുടെ കൂടെയുള്ള കോൺസ്റ്റബിളിനെ നമ്മുടെ ഈ നെയ്ബേഴ്സും ടീമും പിടിച്ചു വെക്കുന്നു. കാരണം ഫോൺ SIയുടെ കയ്യിൽ കിട്ടാതിരിക്കുക എന്നതാണല്ലോ ഇവരുടെ ആവശ്യം. ആ പയ്യനെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ SI ആ കാർഡ്ബോർഡ് ബോക്സിന് മുകളിലേക്ക് വീഴുന്നു. അതായത് ആ ഡെഡ് ബോഡി ഇരിക്കുന്ന ബോക്സിന് മുകളിലേക്ക്. സൂര്യയും ശാന്തിയും ലോയറും എല്ലാം വല്ലാണ്ട് ഷോക്കാകുന്നു. ഇതോടെ കാര്യങ്ങളൊക്കെ അവസാനിച്ചു, എല്ലാം തീർന്നു എന്നൊക്കെ ഇവർ മനസ്സിലോർത്തു. എന്നാൽ അപ്പോഴാണ് അതിനുള്ളിൽ കിടന്ന ആള്, അതായത് ആ കള്ളൻ, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതിൽ നിന്നും ചാടി എണീറ്റത്. പുള്ളി നോക്കിയപ്പോ മോഷണത്തിന്റെ പിന്നാലെ പോലീസും വന്നോ എന്നൊക്കെ ഓർത്ത് ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. സൂര്യയ്ക്കും ശാന്തിക്കും വല്ലാത്ത ആശ്വാസമായി. അത് മാത്രമല്ല ലോയറിന്റെ കയ്യിൽ ആ ഫോൺ കിട്ടുകയും ചെയ്തു. സൂര്യയാണെങ്കിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കണ്ട, വിട്ടുകള എന്നൊക്കെ പറഞ്ഞെങ്കിലും ലോയർ SIയെയും കോൺസ്റ്റബിളിനെയും വീഡിയോ കാണിച്ച് പേടിപ്പിച്ച് ഏത്തൊടിയിപ്പിക്കുന്നു. ഈ ടൈമിൽ വീടിന് വെളിയിലാരോ കോളിംഗ് ബെൽ അടിക്കുന്നു. ശാന്തിയാണ് ഡോർ ഓപ്പൺ ചെയ്തത്. അത് അവളുടെ അച്ഛനും അമ്മയുമായിരുന്നു. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇതുവരെ മിണ്ടാതെയും കാണാതെയും ഇരുന്നത് കൊണ്ട് തന്നെ അവരവളോട് മാപ്പ് പറയുകയും ചെയ്യുന്നു. എല്ലാവരും സന്തോഷത്തോടെ ആ അമ്മയെയും അച്ഛനെയും വെൽക്കം ചെയ്യുന്നു. ഈ സന്തോഷത്തിൽ ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.